ഇതാണിട്ട് ഇന്നലെ രാത്രി നമ്മളെടുത്ത റൂം കിടന്ന്. ഇന്ന് മോർണിംഗ് ആയിട്ട് 24th മോർണിംഗ് 8:20 9 മണി വരെ ഭക്ഷണമുള്ള ഈ ഹോട്ടലിൽ. രാവിലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ക്രൂസ് നമ്മൾ പോകാനുള്ള പരിപാടി ഉണ്ട് ടാമ്പയിൽ. ഇന്നും കൂടി ഇവിടെ ഉണ്ടാവും, ഈ സെയിം റൂമിൽ ഇവിടെ തന്നെ. അത് കഴിഞ്ഞിട്ട് നാളെ ഇവിടുന്ന് ഞങ്ങൾ മയാമി ബീച്ച് പോകും. അതായത് ക്രിസ്മസ് ഡേ ഞങ്ങൾ മയാമിയിലാവും. എന്നിട്ട് പിന്നെ ഒരു 4 days അവിടെ തന്നെയാണ്, 4 nights അവിടെ തന്നെയാണ്. കാരണം അവിടെ നമ്മൾ വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ശ്രീ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ കറൻ്റ് ഉള്ളത് ടാമ്പയിലാണ്. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ശരി. അങ്ങനെ ഉച്ചയ്ക്കായി 1:29 നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇതുവരെയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തിറങ്ങി വരുന്നത് 24-ാം തീയതി. നല്ല വെയിലാണ് പുറത്ത്. നമ്മൾ വൈകുന്നേരമാണ് ക്രൂസ് പരിപാടി സെറ്റ് ചെയ്തേക്കണേ. റോഷേട്ട അവിടെ ഉണ്ട്, നമ്മൾ വെച്ചിരിക്കുന്നുണ്ട്. റോഷേട്ടൻ റോഷേട്ടൻ്റെ പോല്ലേ കയറിക്കോ ആളെ കയറിക്കോ കയറിക്കോ. ചൂട് 25 അവിടെ. അയ്യോ എന്താ ചൂടറിയോ. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ആണോ? എവിടെ? ഡൈനോസർ വേൾഡിൽ അടിപൊളിയാണല്ലോ. ഹോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ലഞ്ചിന് വന്നേക്കാണ്. ഇവിടെ മെനു വലിയ എന്തൊക്കെയാ നോക്കാം. 1 2 ഇതാണ് ഇവരുടെ മെനു. വലിയ മെനു സെറ്റാട്ടാ. സ്പെഷ്യൽ കോക്ടെയിൽ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ഭക്ഷണം. എൻ്റെ ഭക്ഷണം വന്നുകഴിഞ്ഞാൽ എന്താ ഷ്രിമ്പ്. ഓ കുഴപ്പമില്ല, ഷ്രിമ്പാണല്ലേ. ഇഷ്ടായ സാലഡ്. നമ്മുടെ സാലഡ് വേണം കേട്ടോ. ആമിയുടെ ഭക്ഷണം ഇല്ലടാ. അത് ഒന്ന് കാണിക്കാ. അടിപൊളിയാണല്ലോ, കോഴിയുടെ പോലെ ഇരിക്കണല്ലോ. ബർഗർ ഹാഫാണ് കേട്ടോ, പകുതി അമൂലെടുത്തു. നമ്മുടെ സാലഡ്. അങ്ങനത്തെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തിയിട്ടാ. അപ്പോൾ കുറച്ച് നേരം വിശ്രമം, 5 മണി വരെ വിശ്രമം. ഇപ്പോൾ സമയം 2:30-3 മണിയായി. 2 മണിക്കൂർ വിശ്രമിച്ചിട്ട് വൈകുന്നേരത്തെ കറക്കം തുടങ്ങും. ഇന്നും കൂടിയുള്ളൂ ടാമ്പയിൽ. നാളെ മോർണിംഗ് ഞങ്ങൾ ഇവിടുന്ന് നേരെ മയാമി. ക്രിസ്മസ് ഡേ മയാമിയിലാണ്. മയാമി ബീച്ച്, സൗത്ത് ബീച്ച്, അതുപോലെ കീ വെസ്റ്റ്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടി. 4 night ഉണ്ടാവും അവിടെ. അങ്ങനെ അപ്പം നീ വൈകുന്നേരം കാണാം. ഉറക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. 5:20 ഇനി ഇത് ഇവിടുന്ന് നമ്മൾ ഇന്നലെ പോയ സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെ നമ്മുടെ ക്രൂസിൻ്റെ പറ്റുമെന്ന് അറിയില്ല. വേറെ അവിടുത്തെ ചെറിയൊരു ഷിപ്പിൻ്റെ പരിപാടി ഉണ്ട്. അത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മറ്റേതിനൊക്കെ ടൈമൊന്നും കറക്റ്റ് അല്ല. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. പിന്നെ നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ പിന്നെ നോക്കണം അവിടെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ ലാസ്റ്റ് ടാമ്പ ഡേ. ഇന്ന് ഈവനിങ്ങോട് കഴിഞ്ഞ് ടാമ്പയിൽ നിന്ന് നമ്മൾ ഇവിടെ പറയും. നാളെ 4 മണിക്കാണ് മയാമിയിൽ ചെക്കിങ് ഈവനിങ്. അപ്പോൾ ഇവിടുന്ന് ഒരു 4 മണിക്കൂറുണ്ട് മയാമിയിലേക്ക്. അവിടെ ഒരു Airbnb എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിങ്ങോട്ട് പോയിട്ട് ബാക്കി അവിടെയാണ് നാളെ തൊട്ട്. കേട്ടോ അവൾക്ക് ആമി എപ്പോഴും ദേഷ്യം. കാരണം അവൾക്ക് എപ്പോഴും ലിഫ്റ്റ് സ്വിച്ച് നോക്കണം അല്ലേ. ദേഷ്യക്കാരി. ഓക്കേ. അങ്ങനെ നമ്മളെ വരവേക്കുന്നത് തന്നെ ക്രിസ്മസ് ട്രീ ആണ്. അടിയിലൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇവിടെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. എങ്ങനെയുണ്ട്? ഓ എന്താ ക്ലൈമറ്റ്. അങ്ങനെ ഒരു പൂളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ പൂളുണ്ട്, പക്ഷെ നമ്മളിങ്ങോട്ട് വന്നില്ല. നല്ല പൂള്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് പോവാണ്. ഞാൻ വല്ല എടുക്കാൻ പറഞ്ഞു. പേഴ്സ് എടുത്തു, ഫോൺ എടുത്തു. ഓക്കെ. ഇന്നലെ നമ്മളിവിടെ വന്ന ഇതാണ് നമ്മൾ താമസിക്കുന്ന
ഹോട്ടൽ. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ഇരിക്കണ്ടേ. വേറെ ബൈക്ക് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ എക്സ്പെഡിഷൻ ലിമിറ്റഡ്. അത് ഫോർഡ് എക്സ്പെഡിഷൻ്റെ പഴയ മോഡലാട്ടാ. അമ്പോ ഇത് മോഡലല്ലേ, അത് ഫ്ലോറിഡ രജിസ്ട്രേഷനാണ്. ഇത് പഴയ മോഡൽ എക്സ്പെഡിഷൻ. കൊള്ളാം, നല്ല നീളമുണ്ട്. നമ്മൾ പുതിയ മോഡൽ എക്സ്പെഡിഷൻ വ്യത്യാസം കണ്ടു. അതിൻ്റെ ബാക്കിൽ നല്ല വ്യത്യാസമായി. നമ്മുടെ ബാക്ക് നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ, 2025 മോഡലാണ്. എനിക്ക് തോന്നുന്നത് 3.2 ലിറ്റർ അതോ 5 ആണോ വരുന്നത് ഓർമ്മയില്ല. അസ്തമിക്കാറായി ഏകദേശം. ഇവിടെ നിറയെ കാറിന്റെ കമ്പനികളുണ്ട് കേട്ടോ. അപ്പുറത്ത് ടൊയോട്ട, ഇത് ടൊയോട്ട, ഇതിപ്പോ ഏതാ, ഇത് ടൊയോട്ടയുടെ വലുതാണ്. പിന്നെ അപ്പുറത്ത് ഫോർഡ് വരുന്നുണ്ട്. അതിന് മുമ്പ് ഫോക്സ് വാഗൺ ഉണ്ടായിരുന്നു, പിന്നെ ഷെവിയുടെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ട്, എല്ലാ കാറിൻ്റെതും ഇവിടെ തന്നെയാണ്. ഫോർഡിന്റെ ഭീകര വണ്ടികൾ വെച്ചാണ്. ഒക്കെ മസ്താങ്ക് കേട്ടോ അവിടെ ഇരിക്കണേ. എല്ലാ മസ്താങ്കുകളും അവിടെ ഇരിക്കണേ. നല്ല ഈവനിങ് അല്ലേ, കാണാൻ നല്ല രസമുണ്ടല്ലേ. ട്രക്കുകൾ വെച്ചാണ്, ട്രക്കുകൾ. അതെ, പ്രിയോണ്ട് ട്രക്കുകളാണ് കേട്ടോ. ഇവിടുന്ന് കിട്ടും. വോൾവോ പ്രിയോണ്ടും ഉണ്ട് ഇവിടെ, ഹൈ ക്വാളിറ്റി പ്രിയോണ്ട് ട്രക്കുകൾ. ക്ലീൻ സിറ്റി അല്ലേ? ഹിൽട്ടൺ ഹോട്ടലാണ്. മരങ്ങൾ പരിപാടികളുണ്ട്. ഇന്നലത്തെ അതേ പാർക്കിംഗ് ആണ് കേട്ടോ. അവിടെ തന്നെ വന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന സ്ഥലം തന്നെയാണ്. ആ ബോട്ടിലുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്നലത്തെ ഐസ് സ്കേറ്റിങ് പിള്ളേർ ചെയ്യുന്ന ആ ഒരു ഏരിയ, പിള്ളേരൊന്നുമല്ല, പ്രായം എല്ലാവരും ഉണ്ടായിട്ടുള്ള. എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഒരു സുഖം കേട്ടോ. നല്ല രസമുള്ള ഫീല്, നല്ല നല്ല ബിൽഡിങ്ങുകൾ, ഇവിടെ അടിപൊളി ഫീലാണ്. ഇവിടെ ടാമ്പയിൽ വേറെ സ്ഥലങ്ങളുണ്ട്, കൂടുതൽ അക്വേറിയം പിന്നെ സൂ ഒക്കെയാണ്. അപ്പം അതൊന്നും നമ്മൾ സ്ഥിരം എല്ലാ സ്ഥലത്തും പോകുമ്പോൾ അങ്ങോട്ട് അങ്ങനെയും പോയില്ല. കൂടുതലും ഇതേപോലത്തെ സ്ഥലങ്ങൾക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ് എടുത്തേക്കണേ. നോക്കി നോക്കാം. അതിങ്ങനെ പല സ്ഥലങ്ങളിൽ നിർത്തി പോണ ഒരു പരിപാടിയാണ്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ക്യൂ നിൽക്കണം. ക്യൂ നിന്ന് ടിക്കറ്റ് നേരെ എടുക്കാനാണ് പറഞ്ഞവർ. ഇന്നലെ കണ്ട ലൈറ്റുകൾ. ഒരു ബോട്ട് പോണ്ട്. അങ്ങനെ നമ്മളിത് ഈ ബോട്ടിലാണ് കയറാൻ പോണേ. ഈ ബോട്ടല്ല, ആ ബോട്ട്. കമോൺ. പിന്നല്ല, അതിനുള്ള ബിയറൊക്കെ ഉണ്ടല്ലോ. കട കയറി കയറി. നമ്മളിത് ബോട്ടിൽ കയറാണ്. ബിയറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ബിയർ കയറിക്കോളൂ. ചെന്നിരുന്നോ? അടിപൊളി വ്യൂ ആട്ടാ ഇവിടെ. നൈസ് വ്യൂ.
നിൽക്കാൻ അടിപൊളി എല്ലാം കിട്ടില്ല. അവിടെ നോക്കൊരു ട്രീ അടിപൊളി സാധനം നിൽക്കണേ. നമ്മൾ അങ്ങോട്ടൊന്നും നടന്നില്ല റഷേട്ടാ. ആ ഭാഗത്തൊക്കെ നടക്കാനുള്ള ഇതിന്റെ ചേർന്നിട്ടുള്ള സ്ഥലങ്ങളാണോ? Hey folks, we're on final approach here to our home dock at Stop 7 Tampa Convention Center. This is our transfer dock where you can switch to the Island Loop boat. Back of a Captain Crunch box this morning. So I'm going to ask everyone to take a seat, or at the very least. ഇവിടുന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആമി ക്യാൻസൽ. ഇവിടുന്ന് നമ്മള് ഇതിലേക്ക് പോവോ? വേറെ ബോട്ടിലേക്ക് മാറുകയാണ്. Enjoy the island loop. We're gonna miss you guys. Enjoy you guys. ആമി അവിടെ നോക്ക്. ആ ബോട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക. അപ്പൊ ഒരു ഐലൻഡിനെ ചുറ്റിച്ചിട്ട് ആ ബോട്ടിക്കാണല്ലേ? എന്നിട്ട് ഈ ബോട്ട് നമ്മൾ അവിടെ കൊണ്ടാക്കി. ഓക്കെ. അപ്പൊ അതിലാണ് അവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചത്. ഇവിടെ ഇറങ്ങുക, ഇവിടെ 1 മണിക്കൂർ ഇറങ്ങുക, എന്നിട്ട് തിരിച്ചു വരുമ്പോ അവര് കൊണ്ടുപോകും നമ്മൾ. എങ്കിൽ ഇവിടെ നിന്ന് കറങ്ങണം എന്നല്ലേ ഈ ഭാഗത്ത്? ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട് അടിപൊളി. നമ്മൾ ആ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിൽ കയറട്ടെ. ഇത് ഐലൻഡുകള് എന്തിനാ ഈ പ്രത്യേകത ഈ ബോട്ടിൽ മാറി കയറണേ? ഈ ബോട്ടില് അവര് ഫുൾ ഐലൻഡിന്റെ ഒരു ലൂപ്പ് അടിക്കും നമ്മള്. ബോട്ടില് വെറുതെ ഒന്ന് ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാൻ ചുമ്മാ. അല്ലെങ്കിൽ ഇവിടെ പുറത്തിറങ്ങി കറങ്ങാല്ലേ? വെറുതെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അതൊരു മാളല്ലേ? നമ്മൾ അവിടുന്ന് ഈ ടൂറിലേക്ക് പോവാണ്. ആ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിലേക്ക് ഇതിൽ കയറി ഇരിക്കുക. അവര് എവിടെ ഇറങ്ങാൻ പറ്റില്ല. കുറെ കാഴ്ചകൾ കാണിക്കാനുള്ള പരിപാടിയാണ് ഇതില്. പ്രത്യേകിച്ച് ക്രിസ്മസ് ലൈറ്റ് പരിപാടികളാവും. നോക്കി നോക്കാം. ഐലൻഡ് എന്നൊക്കെ പറയണ്ട ഇവര്. റോഷേട്ടാ അതേ ടിക്കറ്റ്. ഓ അവിടെ നൈസ് ബോട്ടാണ് കേട്ടാ. കെയർഫുൾ. ഇരിക്കല്ലേ? ഞാൻ കിട്ടിയിരിക്കാം. സ്ഥലം കിട്ടിയിരിക്കാൻ ഞാൻ അങ്ങനെ ഇരിക്കാണ്. നമുക്ക് വീഡിയോ എടുക്കാം. നല്ല വീഡിയോസും ഫോട്ടോസും ഉണ്ട്. Can actually be a lot cheaper since they don't have to drive through downtown to pick you up. ഓ നമ്മളാണ് ഏറ്റവും ബാക്കിലിരിക്കണേടാ. നമ്മൾ ഏറ്റവും ബാക്കിലാണ്. ആറ് 35 ടൈം. 6:35 നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷൻ നടന്നിട്ടുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ. നൈസ്. എങ്ങനെയുണ്ട് ആമി? അച്ഛനാണ് ആമി ഏറ്റവും ബാക്കിലല്ലേ? അങ്ങനെ വീഡിയോ എടുത്തേട്ടാ. ആമി അടിപൊളി ബോട്ട്. നൈസ് ബോട്ട്. ഇതൊക്കെ അറിയണോ? ആ കാണുന്നതല്ലേ? ഓ ശരി. കാണാണ്ട് കാണുന്നത് മ്യൂസിയവും അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഫ്ലോറിഡ അക്വേറിയാണ്. She was a cargo vessel that provided support during World War II, the Korean War, and the Vietnam War. Now, construction of this ship took just 55 days. And it was 90% complete by when? Today, she is one of the 3 nautical museums in the world. We are able to explore the entire ship. And with your guys' wristbands, you all get a discount. ഇതാണ് ഇവരുടെ മ്യൂസിയം ആയിട്ടുള്ള അല്ലേ? ഇതിൽ നമുക്ക് ടൂർ ഉണ്ടാവോ? ഉണ്ടോ അറിയില്ല അല്ലേ? ഇത് അമ്പം കപ്പലാട്ടാ. അമ്മോ നൈസ്. ഐലൻഡിന്റെ അടുത്തേക്ക് പോവോ? ഐലൻഡിന്റെ അടുത്ത് കൂടെ പോവോ? അല്ല ഇപ്പൊ കാണാൻ പറ്റും ഐലൻഡ്. ഐലൻഡിലെത്തും. നമുക്ക് സമയമില്ലാത്തോണ്ട് നമ്മൾ ഇറങ്ങണില്ല. അയ്യോ നമ്മുടെ ഇത് ലാസ്റ്റ് ട്രിപ്പായി.
ശരിക്കും നമുക്ക് ഒരു ഐലൻഡിൽ പോകാൻ പറ്റുമായിരുന്നു കേട്ടോ, പക്ഷെ വൈകിയോണ്ട് നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല. അതൊക്കെ എന്ത് ഭംഗിയാ ആൾക്കാർ. നമ്മളതേ വന്നേ തോന്നുന്നുണ്ട്, അതേ വന്നിട്ട് കപ്പലിൻ്റെ കൂടെ പോയി കാമി മുടി പറക്കണേ. ഒരു ഐലൻഡ് ഉണ്ട്, പെയിന്റിങ്സ് കാണാം റൈറ്റ് സൈഡിൽ. ആ ബാക്കിലുള്ളതാണ് ഐലൻഡുകൾ. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, നേരത്തെ പറഞ്ഞായിരുന്നു. റൈറ്റ് സൈഡിലാണ് അവിടെ പെയിന്റിങ്സ് എന്നൊക്കെ പറയുന്നത് ആണ് ഐലൻഡുകൾ. വീടിനൊക്കെ അത്രയും കാശാവട്ടെ അവിടെ താമസിക്കുന്നവർ, അമ്മാര് കാശുകാരാവും. ലൈറ്റ് ഹൗസ് അപ്പുറത്തുണ്ടല്ലേ? ലൈറ്റ് ഹൗസ് എവിടെ ഇപ്പുറത്താ? ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ, ലൈറ്റ് ഹൗസ്. 27 മില്യന്റെ വീടാണ്. 27 മില്യന്റെ വീടാണത്. And then this next off-White House is owned by the Glazier brothers. They are the owners of Manchester United and the Tampa Bay Buccaneers. So as we pass by, you are going to notice this is going to be the only house that has a backyard next to it. Manchester United ഓൺ ചെയ്യുന്ന വീടാണ്. Now, Davis Island was originally 2 smaller islands. Now, we didn't get to see this earlier, but this is our parent company, Starship. They are a 3-course, 5-star dining cruise. They'll take you out to see the sunsets, and they do dinner and brunch cruises as well. During this time, you get a DJ, a dance floor, and an open bar your entire cruise. They can also be rented out for weddings or events. This is the #1 wedding venue in Tampa. പിള്ളേരാണ് ബോട്ട് ഡ്രൈവ് ചെയ്യാൻ പോണേ. ആമിയും അപ്പുവും കുഞ്ഞും. I got some. When you get that right there, that's another boat. Boats have 2 colored lights on them. On our left side, we have red, and on our left, right looking at. So if I see red, I know he's coming towards me. If I see green, he's going away from me. This way, boat goes towards the left. Turn towards the right, goes towards the right. Now, so in order to stop a boat, all you do, pull back on the levers. The harder you pull back, the harder it stops. So we give it a little bit. See, still moving. Let's give it a little bit more. See, it's moving. You're just looking at it and it's moving. Guys like it? Wow. And then earlier, ചെറിയൊരു ബോട്ട് വേണുണ്ട്, അവരെ പ്രൈവറ്റ് ബോട്ടാവും. 2 പേരുണ്ടേ. For the river route, that'll be the line with the yellow chairs. It'll say river route above it. So I hope you all did enjoy. നമ്മൾ ഇറങ്ങാറായി. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതല്ലേ പൈററ്റ്സിന്റെ സൈഡ്? ഓ, നമുക്ക് ഇങ്ങടല്ലേ പോണ്ടേ? ഓ, ഇവിടെ അടുത്ത ഇതിൽ പോയിട്ട് വേണം നമ്മുടെ സ്ഥലത്തെത്താൻ. പൈററ്റ്സിന്റെ ബോട്ടാണിത്. കൊള്ളാം. നമ്മൾ കറങ്ങാൻ പോയത് ഈ ബോട്ടിലും നമ്മളെ എത്തിച്ചത് ഈ ബോട്ടുമാണ്. അപ്പോൾ ഈ ബോട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഈ ബോട്ടിന് നല്ല കപ്പാസിറ്റി ഉണ്ടല്ലോ, കുറച്ചും കൂടി ഇരിക്കാൻ, ആൾക്കാർക്ക് ഇരിക്കാൻ. ഇവിടുന്നാണ് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോവുക. ആ ബോട്ടിലാണ് നമ്മളിപ്പോൾ പോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്ന ഇറങ്ങാൻ പോവാണ്. ഓക്കെ, ഇറങ്ങാൻ പോവല്ലേ? നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പറയും. ഞങ്ങളെത്തി. ഇനി വീട്ടിലേക്ക് പോവാൻ പോണേ. Stop 12, courtesy. ഇറങ്ങായി. താങ്ക് യു കേട്ടോ. നമ്മൾ കയറിയ സ്ഥലത്തെത്തി. തിരിച്ച് നല്ലൊരു ട്രിപ്പായിരുന്നു. നേരത്തെ വന്ന് വെച്ചാൽ നമുക്ക് ഐലൻഡൊക്കെ പോകുമായിരുന്നു, പക്ഷേ വൈകി. റേറ്റും കൂടുതലാട്ടാ. താങ്ക് യു. സോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നൈസായിട്ട് നമ്മൾ പോവാണ്. നമ്മൾ നല്ല ഫോട്ടോ എടുത്ത സ്ഥലത്താ. ഇന്നലെ വന്ന പാർക്ക് തന്നെയാണ്. പിള്ളേർക്ക് 10 മിനിറ്റ് കളിക്കാൻ വേണ്ടി വന്നതാണ്.
ആമിയോടെ മുകളിൽ കയറിയില്ലേ? ഓക്കെ. അടുത്താള് നമ്മൾ തിരിച്ച് ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയാണ്. മിക്കവാറും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് പോണറിയില്ല. ഇന്നലത്തെ സ്ഥലത്ത് തന്നെ പോകേണ്ടി വരും. അങ്ങനെ നമ്മളേ പുതിയൊരു ഹോട്ടൽ ട്രൈ ചെയ്യാൻ വന്നു. ഇവിടെ ശ്രിയാസ് കിച്ചൺ കൊണ്ട് സൗത്ത് ഇന്ത്യൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. നോക്കാം. വല്ല ദോശ കിട്ടിയച്ചോ സന്തോഷം. നോക്കട്ടെ. സീറ്റ് ഉണ്ടാവോ അല്ലേ? ഓ കാണുമ്പോൾ ദോശ കണ്ടിട്ടെ. ദോശ ഉണ്ട്. ആ ഇഡ്ഡലി വട എൻ്റെ കളിയാ കിട്ടുമോ? അതൊക്കെ ഉണ്ടാവോ? രാത്രിയിലോ പറയാൻ പറ്റില്ല. ഉണ്ടാവോ ഉണ്ടാവില്ലേ? ഓ ഭൂരിയൊക്കെ ഉണ്ട്. ഭൂരി ഐറ്റംസ് ഒക്കെ ഉണ്ട്. എനിക്കെന്താ ഓർഡർ ചെയ്തേക്കണേ? ദോശയും ആമിക്കോ? ദോശ തന്നെയാവൂലേ? മസാല ദോശ. അല്ല വൈറ്റ് ദോശ, പ്ലെയിൻ ദോശ. നിനക്കെന്താ ഓർഡർ ചെയ്തേ? ഓ അപ്പൊ ഷെയർ ചെയ്യട്ടെ. കുറച്ചൊക്കെ വേണം. എന്താ ഓർഡർ ചെയ്ത റോഷേട്ടാ? ഗീ റോസ്റ്റ്, വെജ് പുലാവ്, ഗോട്ട് കറി. നിനക്ക് എന്താ ഇഷ്ടം? നിങ്ങൾക്ക് എല്ലാവരും കൂടിയാണത്. ദോശ വന്നേ. ഉഴുന്ന് വട ഉണ്ട്, ദോശയുണ്ട്. ഓക്കെ. നിനക്ക് ഇതില്ലേ പൂരിയിലും? ആമിക്കുട്ടിക്ക് തന്നെയാ ദോശയാണത്? പൂരി. ഓക്കെ. കൊള്ളാം. കുറെ നാളായി കഴിച്ചിട്ട്. ഒരു പൊറോട്ടയും പറഞ്ഞൂട്ട. നല്ല അടിപൊളി പൊറോട്ടയും നല്ല ദോശയായിരുന്നു. കറികളൊക്കെ ഒരു രക്ഷയില്ല. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നൈസ് കറികൾ എല്ലാം പോലെ കിട്ടുകയുണ്ടല്ലേ? പൊറോട്ട ഇഷ്ടമായില്ലേ? എനിക്ക് മറ്റൊരു ഇഷ്ടമായി. പൊറോട്ട അടിപൊളിയല്ലേ? വാ, പൊറോട്ട തകർത്തു എന്നാണ് പോലെ പറഞ്ഞത്. ഞാൻ കഴിച്ചോട്ടെ. ആണോ? അടിപൊളി ഭക്ഷണമായിട്ടാ ശ്രിയാസ് കിച്ചണില്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ മയാമിക്ക് പോകാന്നാണ് പ്ലാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ആവാം. ഇന്നിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. 9:42 ശ്രിയാസ് കിച്ചൺ. അടിപൊളി ഫുഡ്, സൗത്ത് ഇന്ത്യൻ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാണാം.